എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. പലരും പറഞ്ഞു എന്നോട് ചേർന്ന് പക്ഷെ അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയല്ലേ അത് പത്ത് തുറക്കും. ഞാൻ ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ എന്തിനാ വന്നിട്ട് കാണിച്ചില്ല. നീ കാറായിട്ട് വന്നേക്കണല്ലേ, ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ആ പ്രാങ്കൂട്ട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് അല്ല, ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോ കാണുന്നതാണ്. മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ രാപ്പാൽ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇഞ്ച് ഉറപ്പായിട്ടും സമയം ഉണ്ടെങ്കിലും നമുക്ക് അത് നല്ലതുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമില്ലുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല ബേസിൽ ബ്രോ പറഞ്ഞില്ല പിന്നെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണം? സംഭവിക്കണം. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയില്ലേ സാർ, അത് എനിക്ക് അതാവാനേ വഴിയുള്ളൂ. ഡ്യൂക്കിന്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷൻ ആയിട്ട് വരുന്നത്. അത് എന്താണ് 2025 സ്റ്റാർട്ട് ചെയ്യാൻ ഈ വർഷം തന്നെ അങ്ങനെ പറഞ്ഞു. കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. അതിന്റെ ജോണർ എന്തെങ്കിലും പറയാം, സമയമുണ്ട് എന്തോരം കിടക്കും. 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിൽ ഒരാളാണ് ബേസിൽ. അപ്പോ ഇപ്പോഴത്തെ പ്രാവൻകുടി ഷാപ്പും നല്ല റെസ്പോൺസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. എന്താ അതിന് ഗുഡൻസ് എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിന്റെ? അത് നല്ല സിനിമയാകും. അല്ല, സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സ് ഒക്കെയാണ്, ശ്രീലാൽ ഉൾപ്പെടെ. അപ്പൊ അവരൊക്കെ തന്നെയാണ് എല്ലാവരും കൂടെ ഉള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതില് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീൻ ഉണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ ഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാടുപെട്ടു കുറച്ചധികം. ഞാൻ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചേർന്ന് പക്ഷെ അതുകൊണ്ട് ഞാനത് ചെയ്തു. ഫാമിലി സ്റ്റാർ നെക്സ്റ്റ് ആക്ഷൻ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണ്. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ പറപ്പിച്ചു കണ്ടിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരുടെ പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു ഗാന്ധിക്കൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പര ഫൈറ്റ് സീനില്ലേ, അതൊരു ഭയങ്കര സീനായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, അവർ എക്സ്പീരിയൻസ്.
ശ്രീരാജ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ അത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം ഞാൻ കളരി ചെയ്തിട്ടുണ്ട് ARM-ൽ. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. ഇപ്പം മുന്നേ ചെയ്തതാണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിയിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യമാണ്. അപ്പൊ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ടെന്ന് പറഞ്ഞായിരുന്നു, നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജിത്തേടന്റെ. അപ്പൊ റിയൽ ലൈഫിൽ നല്ല ഇടിക്കാരനാണ്. ശിവജിത്ത് ആക്ച്വലി കലാപ്രതിഭയാണ്. സ്കൂൾ കലോത്സവത്തിൽ 8 ഇനങ്ങളിലെങ്ങാണ്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ളതാണ്. കഥകളി, മോഹിനിയാട്ടം, കാര്യം 99 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിനുള്ളൊരു അവസരം പാരൻസ് ആയാലും എൻ്റെ ഗുരു കലാമണ്ഡലം അമ്മായിയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്ക് ഒന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറെ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റി 2-3 വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി അതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല. കാരണം അന്നും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. 98-ൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നത്. എനിക്കന്ന് 14 വയസ്സേ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളതുകൊണ്ടാണ് എന്നെ ചെയ്യിക്കുന്നത്. അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, ഇപ്പൊ കളരി ഞാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത്. പക്ഷെ കുറെ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റി. ഒരു 1.5 വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി. പിന്നെ അത് ARM-ൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നൊരു സംഭവം. ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടം. വേറെ ഒന്നും ഇവിടെ താല്പര്യമില്ല. ഇത് തന്നെ ഇതില് ബേസിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരേ സമയം ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അത് പിന്നെ പറഞ്ഞത് ഒരു കോമഡി, അതേ ടൈമിൽ കോമഡി ചെയ്യണം. അതാണോ ഇതില് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്വിക്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. സാധാരണ നമ്മൾ കുറ്റാന്വേഷണമൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിന്റെ ഒരു ബേസിക്, എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിന്റെ ഒരു ക്വിക്നെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിന്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പൊ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ശ്രീരാജ് അവിടെ പോയിട്ട് ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറെ പ്രാവശ്യം കൂടെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാജ് കുറെ ഫീഡ്ബാക്ക് തരും. അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല. ആൾ അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു.
അത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. പുള്ളിക്ക് വേറെ പല പല ഫീഡ്ബാക്സ് തോട്ട് പ്രോസസ് ഒക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിലും എല്ലാവരുടെയും പെർഫോമൻസസിലും അത് റിഫ്ലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ സൗബിൻ ബേസിൽ കോമ്പോ വരുന്നത്. നമ്മള് മായാനദിയിൽ അല്ല ഈ മൊഴി വൈറസിലുണ്ട്. പക്ഷെ മൊഴിനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടിന്യൂസ് നമ്മള് ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്ക് ചെയ്തപ്പോൾ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു. ഞങ്ങള് ഈ പടത്തോടു കൂടിയാണ് ഞങ്ങള് ഭയങ്കര പരിചയമൊക്കെ ആയത്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മള് ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പൊ അവര് പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകും തോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയാണ്. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോവായിരുന്നു. കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 7 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളോട്ട് ചെയ്ത് പോയത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിലെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാവുഷ. അപ്പോൾ ഭയങ്കര സൈക്കിളായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളായിരുന്നു. ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എന്റെയും സൗബികയുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള മാനേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടറിന് വേണ്ടി എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്ക്. അതെ, അത് പറയുമ്പോ തന്നെ ഞൊണ്ടമാണ്. ഇങ്ങനത്തെ ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിന്റെ തലേ ദിവസമായിട്ടാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം? കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിന്റെ അപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവിയും തോറും ഓടുമ്പോൾ അതിന് കുറച്ചുകൂടി സ്റ്റൈൽ വരാം. അത് ഫസ്റ്റ് ഡേ ആണെന്ന് ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം അതിന് മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്നു അവൻ്റെ അങ്ങനെയൊക്കെ പോകുന്നു. അല്ലാണ്ട് പിന്നെ ഞാൻ ഇതില് നമ്മുടെ രാധടിയിലെ ഒരു സോങ് കെട്ടില് ഞാൻ ബാസിന്റെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടിക്കയറുന്നൊരു ഷോട്ട് ഉണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജനെ ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ വിളിച്ചാൽ മതി, നമുക്ക് കടന്ന് ചോദിച്ചു ഓക്കെയാണ്. പക്ഷെ ഇത് നൃത്തം പിടിക്കേണ്ട ഒരു കേട്ടോ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഓട്ടോമാറ്റിക് ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു സീനാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിൽ ഞൊണ്ടാൻ മറന്നുപോയി. വൺ എന്താ ഞാൻ ഞൊണ്ടിയില്ല, ഞൊണ്ടിയില്ലേ? അങ്ങനെയൊക്കെ ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണി കാരണം. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനത്തെ ക്യാരക്ടറെ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് വരിക. അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടത്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്തത് കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവരെല്ലാം എല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ളുഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര
പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോൾ അതിൽ തുപ്പർ എന്ന് പറയുന്ന ചേട്ടനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കള്ളുകുടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്കിത് ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഈ ഇരിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പൊ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ചു നാൾ മുമ്പ് അവര് വന്നിരുന്നു. കാറിന്റെ കുറച്ച് 2 പേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ അതില് ചെയ്യാണ്ടുണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാറിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. പക്ഷെ കുറച്ചാൾ പിന്നെ ഒരു ഈ കോയിൻ പരിപാടികളുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാടിന്റെ കുറച്ചൊക്കെ നല്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ച് നാള്. പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ. കുറെ അധികം ചെയ്യാൻ കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയല്ലേ അതുപോലത്തെ തുടങ്ങും. ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ എന്തിനാ വളരെ ആൻസരാ. നീ കാറായിട്ട് വന്നേക്കണല്ലേ, ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചു തരാം. ഫുൾ കാറായിട്ട് നടക്കണം. ഞാൻ പറയട്ടെ, ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. ഇപ്പൊ അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, പിന്നെ സൗബിക്കും പേഷ്യന്റ് ഉണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിക്കാൻ പറ്റിയൊരു ഘടകം എന്തായിരിക്കും? ഇതില് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ ഓരോ ക്യാരക്ടേഴ്സ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ. മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിലെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറിസം കേട്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതില് ഇൻപുട്ട് അങ്ങനെ ഉണ്ടായില്ല. സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതിലെ ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസം നമ്മൾ ഇന്ന് എടുത്തതാണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരും. നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു.
സൗബിന്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ. അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്ന് പറയാമോ? ഇതല്ല, അതില് ഇത് നമ്മുടെ രഞ്ജിസാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിന്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കണ്ടും ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ളത്, ഡയറക്റ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടിയില്ല. അതിൽ കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ആരാ പറഞ്ഞ? എന്നോട് എനിക്കറിയാം. കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളടുത്ത് ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിന്റെ കലക്ക പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഈ വർഷം തന്നെ അതേ ഞാൻ പറഞ്ഞു, കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. പറയാം, സമയമുണ്ട്, എന്തോരം കിടക്കും. ദുൽഖർ മൂവി തന്നെയാണ് അടുത്ത്. ക്ലൈമാക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് എന്തെങ്കിലും കാണിക്കുന്നു വിചാരിച്ചോ, ഒന്നും കണ്ടില്ല, അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു ആ ചെറുപ്പകാല ബ്ലഡ് ഒക്കെ കാണിക്കുന്നത്? പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിലാണോ? ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ് ആണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു, അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്ലാങ് പിടിക്കാൻ? സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറെ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറെ പണിയെടുത്തു. കുറെ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് എത്തി. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്നത് നമുക്ക് വിചാരിക്കുന്നത് ഭയങ്കര തൃശ്ശൂരാണെന്ന്, പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂർ കണ്ടത് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ അത് കിട്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള ഒരു പേര് എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും? അതൊക്കെ ഡയറക്ടറിന്റെ മണി. ഈ തൃശ്ശൂർ മാപ്രാണെന്ന സ്ഥലം ഉണ്ട്, അവിടെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഒറിജിനല്. അത് ശ്രീരാജിന്റെ അമ്മ വീട് നെടുമ്പാൾ എന്ന് പറഞ്ഞാൽ ഈ മാപ്രാണത്തിന് അടുത്തുള്ള നെടുമ്പാൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല. മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. അവിടുത്തെ കറികളും അങ്ങനെ സംഭവങ്ങളൊക്കെ നല്ല അപ്പൊ അവിടുത്തെ ഫേമസ് ആണ്. അത് ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഓപ്പൺ ഉണ്ടായിരുന്നില്ല. അപ്പോ ഷാപ്പിൽ പോകുന്നവരോട് പറയാൻ പറയാം, അത് അവരോട്. ആ പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് അല്ല, ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നതാണ്. അത് മാപ്രാണത്ത് നിന്ന് നെടുമ്പാൾ രാപ്പാൾ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, ഒരു കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇഞ്ച് അല്ല, ഞാനൊരു
പഴയ വീട് പണിക്ക് അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നോക്കില്ല, അതിന്റെ പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ കറികളിൽ എല്ലാ തരത്തിലുള്ള കറികളുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാൻ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബി ഷാപ്പ് മാതിരിയായിരുന്നു, പക്ഷെ ഇതിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു ഒരു പാടത്തിന്റെ നടുവിലുള്ളത്. സന്തോഷമായില്ലേ? ഇപ്പൊ കൂലിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പിടിക്കണം എന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തുകൊണ്ട് ഇനി ഒരു പടം പിടിക്കുമോ അടുത്ത്? ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിലും നമുക്ക് അത് നല്ലതുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമില്ലുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല ബേസിൽ? ബേസിൽ ബ്രോ പറഞ്ഞില്ല പിന്നെന്നാണ് പറഞ്ഞത്. പിന്നെ ചെമ്പനെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം. ചെമ്പൻ ചേട്ടനായിട്ട് ഞാൻ അഭിനയിക്കുന്ന 4ാമത്തെ 5ാമത്തെ മറ്റേ സിനിമയാണ്. എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞ പടം, പിന്നെ ഭീമന്റെ വഴി എന്ന് പറഞ്ഞ പടം. അതിനു മുമ്പ് മെമ്പർ രമേശൻ 9ാം വാർഡ് എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെമ്പൻ ചേട്ടൻ എനിക്ക് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ തന്നെയാണ്. വളരെയധികം സന്തോഷമാണ്. ഇനി ഒരു 100 പടം ചെമ്പൻ ചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൂ. അതല്ലേ എന്താ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചെമ്പൻ ചേട്ടനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ട? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരാളല്ലല്ലോ. അതെ ശരി. എന്താണ് ചെമ്പൻചേട്ടനുമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകളുണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻചേട്ടനുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചേട്ടനെ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്, സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മനുഷ്യനാണ്, നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അറിയാം, കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിൽ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്പൻചേട്ടൻ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഞാൻ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറിമായത്തിലൊക്കെ അതായത് മിനി സ്ക്രീനിൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നിയാസിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ആണ്. അതെന്താണ് ഇന്റൻഷൻ? ഇത് എങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ അതോ ക്യാരക്ടേഴ്സ് വരാത്തതാണോ? അത് ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അവര് തരുന്ന വേഷമല്ലേ ഒരു നടന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇതെന്ന് ഞാൻ പറയാൻ കാരണം, പ്രാവൻകൂടി ഷാപ്പ് എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു തന്നതുപോലെ ഏറെക്കുറെ കൂറ് പുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പൊ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ ചെയ്യാൻ അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. വന്നാൽ ചെയ്യും. അപ്പോ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ? അല്ലെങ്കിൽ ആ മറിമായത്തിന്റെ ആ ഒരു ബാക്ക് ബോൺ ആണോ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല. അത് എല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാർക്കും ഉള്ളൊരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ജോലി.
അപ്പൊ അത് പരമാവധി ശ്രമിക്കാറുണ്ട്. കൂറ് പുലർത്തി നിൽക്കാൻ, കഥാപാത്രത്തിനോട് കൂറ് പുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് പരാജയപ്പെടും. ഭാഗ്യം പോലെ ഇരിക്കും. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമന്ത്രി സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ബേസിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയില്? ക്വിസ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ സി ഡി മൂസ, സി ഡി മൂസയിലെ ജഗതി ചന്ദ്രൻ, ഉക്കരനല്ലേ, ഭാരത് മാതാക്ക് ചെയ്യുന്ന കൊടുത്തിട്ടും വന്ദേ ഭാരത്, വന്ദേ ഭാരത്. പിന്നെ പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമില്ല. അപ്പോ ഡയറക്ടർ സിംഗം മോഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു, ജിമ്മില് ബ്രോ 2 ആഴ്ചയുണ്ട്, സിംഗാവണം. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയില്ലേ സാർ, അത് എനിക്ക് അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിംഗമായിട്ട് സിംഗാവാനും നോക്കി, മാത്രമേ ഉള്ളൂ. അതായത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബേസിലേട്ടനെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നതിനോട് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ബ്രോ അടുത്ത ഡയറക്ഷന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുന്ന റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷൻ? ആവുമ്പോ പറയാം. എപ്പോ അങ്ങനെ അതെ, അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അത് സമയമാകുമ്പോ പറയാം. അത് ആയി വരുന്നേ ഉള്ളൂ. അതിനോട് ശരിയായിട്ട് വരും, ഇത്തിരി സമയം എടുക്കും. മിന്നൽ മുരളി യൂണിവേഴ്സിൽ എന്നൊക്കെ ഒരു പുതിയ ഫിലിം ഷൂട്ടിങ് കഴിഞ്ഞു. ധ്യാൻ ചേട്ടൻ നായകനാക്കിയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല. അപ്പോൾ ഞങ്ങൾ ഭാവിയിൽ ടോവിനോ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. ചിലപ്പോ ഒരു വരികയും അതറിയാലോ, ആ യൂണിവേഴ്സ് ഒക്കെ അറിയാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന്റെ യൂണിവേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. അറിയാം. ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണോ? സംഭവിക്കണം. ഓക്കെ. കേരളത്തിനേക്കാളും തമിഴ്നാട്ടിലാണ്, അവിടുത്തെ ഓഡിയൻസാണ് കൂടുതലായിട്ട്. അതിനുശേഷമാണ് കൂലിയിൽ അഭിനയിക്കാൻ ചെന്നത്. അപ്പൊ അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ കുട്ടേട്ടനെ അവരെങ്ങനെയാണ്? ഭയങ്കര തികച്ചും വ്യത്യാസമായിട്ടുള്ള, ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അവിടെയുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കരമായിട്ട്
ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ള വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാവരും തിരിച്ചറിഞ്ഞതിലും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ. ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാവരും പറയുന്നത് എന്താ പറയാ, ഓക്കെ, ഭയങ്കര സന്തോഷം. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം സംസാരിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷൻ്റെ കൂടെ ഉണ്ടല്ലോ, ഗിരീഷ് കഴിഞ്ഞാൽ. അപ്പോൾ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തില്ല, കാസ്റ്റിംഗ് നടക്കുന്നല്ലേ ഉള്ളൂ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറയും ചെയ്ത് കുട്ടിയും അമ്മയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. അല്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അത് പടം കണ്ടില്ല അല്ലേ? അത് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായില്ലേ? അപ്പൊ പടം കണ്ടിട്ടില്ല. അല്ല, അതൊരു സീനിന് ശേഷമാണ് ആ തലയിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ്. അത് ആ മാപ്രാണ്. ഓ, ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഒബ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല അങ്ങനത്തെ പരിപാടി. എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ ചിലപ്പോ അകത്തൊരു ഗുണ്ട കിടക്കുന്നുണ്ടാവും, പഞ്ഞി എങ്ങനെ വന്നാ ഇതെന്താ പറയണ, ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ടേ ഗുണ്ടാപ്പണി. അത് ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി, അത് പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ധാരണ. ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോൾ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അഭിനയിക്കുന്നത്, തോട്ടബിജു അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിനെയും എടുത്തെടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാവൻകുടി ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അനൗൺസ് ചെയ്തിരുന്നു. എന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതലും പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രൻ തരുന്നതല്ലേ നല്ലത്. ഭാഗമാണ് ആണ്. നിങ്ങള് ഞാൻ പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമാണ്. കാണാനുള്ള പ്രേക്ഷകരോട് അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല എന്ന മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.